ആയിഷ മ്യൂട്ട് ചെയ്യ്. Good morning. Good morning, Miss. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, Miss. Morning. Good morning, Miss. Prayer start ചെയ്യൂ ട്ടോ. Prayer start ചെയ്യോളൂ. Good morning, all. Dear God, Morning. thank you for today. Thank you for the chance to learn, grow, and try again. I'm grateful for my teachers, my friends, and all the support I have. Even when things get hard, help me stay hopeful and keep going. Fill our heart with peace and our mind with focus. I'm thankful for every step forward, big or small. Thank you, God. Thank you all. Okay. Thought of the day. Good morning, Adela Miss, and good morning, all my friends. തോട്ട് പറയുന്ന ഞാനാണ്. എൻ്റെ പേര് തങ്കമണി എന്നാണ്, കാസർഗോഡ് നിന്നാണ്. മരത്തിൻ്റെ ഇലകൾ പോലെ ആയിരിക്കണം നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും. കൊഴിഞ്ഞു പോകും തോറും പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തളിരിട്ടുകൊണ്ടേയിരിക്കണം. അല്ലാതെ കൊഴിഞ്ഞു പോയതിനെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല. താങ്ക് യു ഓൾ. Okay. Signing. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻസി ഫ്രം ട്രിവാൻഡ്രം. എനിക്കിന്ന് പ്രത്യേകിച്ചൊരു കാര്യമല്ല മിസ്സേ ഇന്നലെ പറയാനുള്ളത്. നമ്മൾ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്തെ മിസ്സുമാർ പറഞ്ഞതാണ് സൈൻ ഇൻ, സൈൻ ഔട്ട്, പ്രയർ, തോട്ട് ഇതൊക്കെ വേണമെന്ന്. അപ്പൊ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ വീണ്ടും സ്റ്റോപ്പായി, പിന്നെ വീണ്ടും ഇതായി. അപ്പൊ ഈ ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ 31 പേരുണ്ട്. ഇതില് ആദ്യം 10 പേര് മാത്രമാണ് ഇങ്ങനെ റൊട്ടീനായിട്ട് സൈൻ ഇൻ, സൈൻ ഔട്ട്, തോട്ട് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ടിട്ട് ആരും തന്നെ അത് ഫില്ല് ചെയ്യാറില്ല. സൈൻ ഇൻ, സൈൻ ഔട്ട് ഈ ചെയ്യുന്നവർ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മള് മോണ്ടിസ്റ്റോറി സ്റ്റുഡൻസ് അല്ലേ, അപ്പോഴത്തേക്ക് കുറച്ച് പേരും കൂടെയൊക്കെ മുന്നോട്ട് വന്ന് ഈ പ്രയർ, സൈനിങ്ങും, സൈൻ ഔട്ടൊക്കെ ഒന്ന് പറയാനായിട്ട് താല്പര്യപ്പെട്ട് വന്നിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരുന്നു. ഇതിനെക്കാട്ടി നല്ലൊരു അവസരം ഇനി ഇത് പറയാം. കാരണം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടൊന്നും ആരും ചിലര് മാത്രം ഇത് ചെയ്യുന്നവർ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിൽ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഇത് പറയാന്ന് വിചാരിച്ചത്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ആതിര മിസ്സിനെ സ്വാഗതം ചെയ്യും. എന്താണ് ഫസ്റ്റ് ഒരു കംപ്ലൈന്റ് ആയി പോയല്ലോ. നിങ്ങളോട് ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ള എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരുന്ന ഇഷ്ടമുള്ള കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മള് വിലക്ക് പറഞ്ഞത് നിർബന്ധം പറഞ്ഞിട്ടില്ല. സൈനിങ്ങിന് ഇഷ്ടമുള്ളത്, പ്രയർ ഇഷ്ടമുള്ളത്, തോട്ട് ഇഷ്ടമുള്ളത്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഫ്രീഡം തരുമ്പോ നിങ്ങൾ അത് ഉപയോഗിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു അവസരങ്ങൾ രാവിലെ തരുന്നത്. ഓക്കെ. അപ്പൊ ഇനി മാറി നിൽക്കുന്നവരെല്ലാവരും ഇത് ചെയ്തേ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇനി ആരും ചെയ്യില്ലെന്നെങ്കിലും ഒന്ന് പറയണം കേട്ടോ. ആരെ പണിഷ് ചെയ്യാൻ വേണ്ടിയല്ല. ആരെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നമ്മളത് അത്രേ ഉള്ളൂ. 3 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനാണ് സൈൻ ചെയ്യുന്നത്. ചിലപ്പോ സൈൻ ഔട്ടിന് ആരും കാണില്ല. അപ്പൊ പെട്ടെന്ന് സ്പോട്ടിൽ ആരെങ്കിലും സൈൻ ഔട്ട് പറയുക, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്രയും ഇതായിട്ടുള്ള വിസ. അപ്പൊ ഇനി എല്ലാരും മുന്നോട്ട് വരണ്ടേ? അതെ. അതെന്താണ്, ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? മാം, ഇതിൽ കുറെ ആൾക്കാർ ഒന്നും ചെയ്യാത്തതുണ്ട്. അവര് വരട്ടെ. അത് അന്നേ ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തതാണ്. ചെയ്യാത്തവര് വന്ന് ചെയ്യൂ. ഇതിന് ഇനി ഇപ്പൊ ആൻസി പറഞ്ഞ പോലെ ഇനിയൊരു ചാൻസ് നമുക്ക് കിട്ടില്ല. ഇതൊരു പ്ലാറ്റ്ഫോം ആണെന്ന് വിചാരിച്ചിട്ട് എല്ലാരും ഇതിൽ ചെയ്യട്ടെ. അതെ. എന്തുകൊണ്ടാ വരാത്തതിന് കാരണം പറഞ്ഞാൽ ഓക്കെ. കാരണം എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ വരാത്തവർക്ക്? മാം, ചിലപ്പം ചില സിറ്റുവേഷൻസിൽ ഈ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റത്തില്ലായിരിക്കും. എന്ന് വെച്ചാൽ അത് കൊച്ചുങ്ങൾ കരയുന്ന എല്ലാവർക്കും കൂടെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇത്തിരി സമയം മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ ചെറിയ 2 മിനിറ്റ് പോലും വേണ്ട അല്ലേ? ചില കാര്യങ്ങൾക്ക് ഒരു തോട്ട് പറയാനോ സ്പ്രെയർ കൊല്ലാനോ. എന്തോരം കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എത്ര പേര്, ഒരുപാട് കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും ഒരുപാട് ചെയ്തവരുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനൊന്നും നമ്മളൊക്കെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം കണ്ടു നടക്കും. ഫസ്റ്റ് നിങ്ങളോട് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ.
നിങ്ങൾ ഈ ട്രാക്കിലേക്ക് വരുമ്പോ നിങ്ങൾ തന്നെ മാറണം, നിങ്ങൾ തന്നെ സ്വയം മാറിയാലും പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ് പോലെ വേറൊരു കാര്യം പറയാനുണ്ട്. PDF കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ഇപ്പൊ കാണാമോ PDF? പേജ് നമ്പർ എത്രയാ മിസ്സേ? ഇപ്പൊ പ്ലെയിൻ പേജാ കാണുന്നത്. പ്ലെയിൻ പേജ് ആണ്. ആ കാണുന്നുണ്ട് മിസ്സേ, 39. നമ്മളെന്താ പറഞ്ഞത്? സൈനിനും പ്രയറിനൊന്നും ആർക്കും താല്പര്യമില്ല. അങ്ങനെ പോയാൽ നമ്മുടെ ക്ലാസ് ഇങ്ങനെയാവും. ഈ മോണ്ടിസോറിയുടെ ഒരു സ്ട്രക്ചർ തന്നെ ഇങ്ങനെയാണ്. ഈ സൈൻ ഔട്ട് ഒക്കെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ടൈം തുടങ്ങിയതാണ്. തോട്ടും പ്രയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സൈനിനും സൈൻ ഔട്ടും നിങ്ങൾക്ക് കൂടി കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഒക്കെ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, പാട്ടാണെങ്കിലും കഥയാണെങ്കിലും പിന്നെ കോഡ്സ് പറയാനോ എന്ത് വേണമെങ്കിലും സൈനിനും സൈൻ ഔട്ടിലും ചെയ്യാം. സൈൻ ഔട്ട് ചില സമയത്ത് 10 o'clock ആവുന്ന സമയമാകുമ്പോ ഇവർക്ക് ഗ്രൂപ്പിലായോണ്ട് ഇപ്പൊ പറയാണ്, എല്ലാരും ആ ഗ്രൂപ്പിൽ ഉണ്ടാവണമെന്നില്ലല്ലോ. 10 o'clock ആവുമ്പം അതില് റിപ്പോർട്ട് ചെയ്താൽ മതി. പ്രയർ ഇന്നയാളെ ചെയ്യാം, തോട്ട് ഇന്നയാള് ചെയ്യാം. അപ്പൊ പ്രശ്നമില്ലല്ലോ ഏത് ടൈമിലാണുള്ളത്. ചെയ്യണമെന്ന് അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്? പറഞ്ഞിനി, പക്ഷെ ഒരു ടൈം കൊടുത്തിട്ടില്ല. ഇപ്പൊ 10 o'clock പറയുവാണെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറയാം. അതായത് നമുക്ക് ഇപ്പൊ 35 പേരാ റെഗുലർ ആയിട്ട് ക്ലാസ്സിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഹാജർ വിളിക്കില്ലേ, അതുപോലെ അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കുക. 35 പേരെ ലൈൻ, അത് ഓരോരുത്തരും 3 പേരായിട്ട് അങ്ങനെ പിന്നെ വരുന്നതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ? അല്ല മാം, അങ്ങനെയാകുമ്പോ എന്താ പ്രശ്നം എന്നറിയോ? ചിലവർക്ക് ലൈവിൽ കേറാൻ പറ്റില്ല. അപ്പൊ ആരാണ് വില്ലിങ് ആയിട്ടുള്ളത് അവരെ അറിയിക്കുക നല്ലത്. അതിലുള്ളവർ തന്നെ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഒരു 10-20 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മിക്കവർക്ക് കയറാമെന്ന് തോന്നും. 10-25 ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? ആർക്കാണെങ്കിലും ആ സമയം മതിയല്ലോ പ്രിപ്പയർ ആവാൻ. അത് മതി, നിസ്സാര സമയം എന്തൊക്കെ ചെയ്യാനായിട്ട്. പ്രയർ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി ഞാൻ ചൊല്ലൂലെന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധിക്കണ്ട. ചൊല്ലൂലെന്ന് പറഞ്ഞാൽ ആരെയും നിർബന്ധിക്കരുത്. എന്താ, മാറി നിൽക്കുന്നവരെ നിർബന്ധിക്കരുത്, ഫോഴ്സും ചെയ്യരുത്. ഇഷ്ടപ്പെട്ട ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നമുക്കിവിടെ ലൈവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി വീണ്ടും വീണ്ടും ഒരാൾ തന്നെയാണ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് പോകുന്നതെങ്കിൽ മാത്രം നമ്മളോടൊന്നും പറയാം. ഇപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തത് അല്ലെ? ഒരാൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ചെയ്യും. ബാക്കിയുള്ളവരെ നമ്മൾ ചീത്ത പറയുന്നതല്ല, നിങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷെ ആ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മിസ്സേ, അവരോടുള്ള വിരോധം കൊണ്ടൊന്നല്ല പറഞ്ഞത്. എല്ലാരും മുമ്പോട്ട് വരണം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ല മാം, പറയുന്നത്. അതിന്റെ ഒക്കെ മടി മാറാൻ വേണ്ടി ഒരു ഷൈനസ് ഉണ്ടാവല്ലോ, അത് മാറാൻ വേണ്ടിട്ട് മാത്രം ഇത് പറഞ്ഞത് എല്ലാരും. അത് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ നിങ്ങൾ ഈ ഇത്രയും പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് സാഹചര്യം ഇത് പറയാനുള്ള ഒരു വിഷയമല്ല. ധൈര്യമില്ലാത്ത പ്രശ്നം തന്നെ, അത് അറിയാത്തോണ്ടുള്ള പ്രശ്നം. ഞാനിപ്പോ എനിക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ വീട്ടുപണി എടുക്കുന്നതിന്റെ ഇടുക്കിലോട്ടിയാ ഞാൻ ക്ലാസ് എടുക്കുന്ന, അതിന്റെ ഇടയ്ക്ക് ഞാൻ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ആൾപ്പെട്ട് തന്നെയാ. അപ്പോ ആരും ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാ. അങ്ങനെ മുന്നോട്ട് വന്നാലും റിപ്പീറ്റ് ആയിട്ടില്ല. സാങ്കേതിക കാരണങ്ങളാ സംഭവിക്കുന്നതായിരിക്കും. പക്ഷെ ചിലവർ മാറി നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് കോമൺ സെൻസ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ, ആരാണ് മാറി നിൽക്കുന്നതെന്ന്. അങ്ങനെ മാറി നിൽക്കരുത്. നിങ്ങൾ എല്ലാവരും, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ മോണ്ടിസോറി നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കാതെ മാത്രമല്ല, നിങ്ങളിൽ ഒരുപാട് മാറ്റം വന്നാൽ മാത്രമേ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാംസ് നമ്മൾ രാവിലെയും അതിന് ക്ലാസ് കഴിഞ്ഞ സമയത്തും സെറ്റ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും ഞാനിത് പറഞ്ഞിട്ട് ആർക്കും എന്റെ അടുത്ത് വിരോധമെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു ഇതായത് കൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എല്ലാവരും മുമ്പോട്ട് വരണം, ആ ഒരു ഇത് കൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ആർക്കും ഒരു വിരോധം തോന്നരുത്.
ഇനിയിപ്പോ ഇതും പറഞ്ഞ് ആരും ഇതിനെ പറ്റി ഒരു ചർച്ച ഇനി ഗ്രൂപ്പിൽ ചെയ്യണ്ട കേട്ടോ. ഇത് കഴിഞ്ഞു കേട്ടോ. അടുത്ത ദിവസം ആരാണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ വില്ലിങ് ആയെന്ന് വെച്ചാൽ അത്രയും നല്ലത്. ഞാൻ പ്രയർ ചൊല്ലാം അവിടെ പറയുന്നത് എന്താ കുഴപ്പം, നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾ ആരും കാണുന്നില്ല, ക്യാമറയിൽ ഓൺ ചെയ്യാൻ പറയുന്നില്ല. എവിടെ ഇരുന്നാണെങ്കിലും നടന്ന് ഇപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലെ. ഓക്കെ, യെസ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ് മാം. നമ്മള് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലേ? മാം അതാണ്. അതില് പ്രീനാറ്റൽ പ്രീനാറ്റൽ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് പറഞ്ഞോ? വരെ പറഞ്ഞോ? ന്യൂട്രീഷൻ വരെ പറഞ്ഞിട്ടുള്ളൂ. ന്യൂട്രീഷൻസ് വരെ പറഞ്ഞു അല്ലെ. പ്രഗ്നൻസി ടൈമില് ഏത് ഭക്ഷണമാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടായിരുന്നു. ഒരു വർക്ക് ഉണ്ടായിരുന്നല്ലോ, ചെയ്തോ അത്? ചെയ്തു മിസ്. ചെയ്തു. ഞാൻ പേര് വിളിക്കുന്ന ആളെ കാണിക്കാം കേട്ടോ. സ്റ്റെഫി. മിസ്സേ രണ്ട് സ്റ്റെഫി ഉണ്ട്. സ്റ്റെഫി ജോസഫ് ആണോ സ്റ്റെഫി സ്റ്റീഫൻ ആണോ? സ്റ്റെഫി സ്റ്റീഫൻ. യെസ് മിസ്, ഞാൻ വായിച്ചോളാം. Pregnancy time nutrition foods: vegetables, whole grain bread, egg, lean meat, fruits and berries, dairy products, avocados, salmon, legumes, oatmeal, broccoli and dark leafy greens, nuts, seafood, beans and lentils, excess caffeine. എഴുതിയിട്ടുള്ളൂ മിസ്. അപ്പ Okay, very good, very good. Next time. സബിത സതീഷ് ചെയ്തിട്ടുണ്ടോ? മോളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത ആശുപത്രിയില്ല, ഇത് കയറിയേ ഉള്ളൂ. മാം, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്, മിൽക്ക്, ഗേർട്ട്, ചീസ്, ഗീവ് കാൽസ്യം ആൻഡ് പ്രോട്ടീൻ ഫോർ ബോൺസ് ആൻഡ് ടീത്ത്. പ്രോട്ടീൻ എഗ്, ഫിഷ്, ചിക്കന്, പൾസസ്, ഹെൽപ്പ് ബോഡീസ് മസിൽസ് ആൻഡ് ടിഷ്യൂസ് ഗ്രോത്ത്. whole grains, brown rice, wheat, oats provides energy and fiber. Vegetables, spinach, carrot, broccoli, beans gives vitamins, iron and folic acid. Fruits, apple, banana, orange provides vitamin and natural sugar. Nuts and seeds, almond, walnut, flax seed, sunflower seeds, rich healthy fat and water and water, tender coconut water, fresh juice. Okay, very good. Then Kitty Printo. Yes, ma'am. Food to eat during pregnancy: fruits, അതിലാണെങ്കിൽ banana, apple, orange, pomegranate, mango, berries, guava. Vegetables ആണെങ്കിൽ spinach, carrots, sweet potato, broccoli, pumpkin, beetroot, green beans. ഇനി healthy foods ആണെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ cooked eggs, leafy greens, seafood, nuts, oats, milk, honey, coconut water, dal, chicken, paneer, soya beans. Okay. That's very good. NC എന്നുള്ള ആരാണ്? ഞാനാണ് മറ്റേ വർക്ക് ചെയ്യണം. അതായത് ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റിന്റെയും ഓരോ ഡെഫിനിഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞു. അതാണ് ചെയ്തത്, മറ്റേത് ചെയ്തിട്ട്. അതെ, നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു അല്ലേ? സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടോ ചെയ്ത്? അത് എഴുതിയിട്ടുണ്ടോ? ഇത് എഴുതി പഠിച്ചത്. അതൊന്ന് വായിക്കൂ. ഗ്രോത്ത്
According to me, growth refers to process of changes in the qualitative aspects of individuals as body and behavior from birth to maturity at any time. Okay, very good. Yes. Development. According to me, development is a lifelong process of changes in qualitative aspects of an individual. Okay, yes. Very good. വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ തനിയെ ഡെഫിനിഷൻ? എഴുതിയിട്ടുണ്ട് മാം. വായിച്ചു. According to me, development is the cognitive, economic, social and emotional progress of a human being. മനുഷ്യന്റെ വൈജ്ഞാനികവും സാമ്പത്തികവും സാമൂഹികവും വൈകാരികവുമായ അഭിവൃദ്ധിയാണ് വികസനം. Growth is the physical development of a being from birth to maturation. മനുഷ്യന്റെ ജനനം മുതൽ മച്ചുറേഷൻ വരെയുള്ള ശാരീരികമായ വളർച്ചയാണ്. സിമ്പിൾ ആണ് ഡെഫിനിഷൻ അല്ലേ? പഠിക്കാൻ എളുപ്പമാണത്. തന്നെ ഉണ്ടാക്കിയതല്ലേ? അതെ. വെരി ഗുഡ്. ബാക്കിയൊന്ന് വായിക്കും. ബാക്കിയുള്ളവരെ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ന്യൂട്രീഷ്യസ് ഫുഡ് കൂടി ഒന്ന് വായിക്കും ആരെങ്കിലും. രണ്ടുപേരും കൂടി വായിക്കും. Okay, ma'am, I will read, ma'am. Pregnant women need a balanced diet. It includes all grains, rice, oatmeal, wheat, fruits like apples, berries, oranges, and banana, vegetables. It includes all leafy green vegetables and beans. Then all dairy products, milk, curd, cheese, like. Then all proteins, meat, fish, egg, etc. Dry fruits, nuts, water. Then you should drink a lot of water, juice, etc. Healthy fats like olive oil and coconut oil. We should include fat oil also. Thank you. Okay, very good. Yes. എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരെ എല്ലാരും നമുക്ക് വായിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. സവിത, കുട്ടിക്ക് എന്ത് പറ്റിയതാ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണോ? പോയോ? ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് സാഹചര്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ക്ലാസ് ഉണ്ടാവും. എന്തെങ്കിലും റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകളില് നിങ്ങളിപ്പോ ഇത്ര എഴുതിയത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഏതെങ്കിലും ഒരു ഫുഡ് ഒന്ന് പറയാമോ? ഏതെങ്കിലും ഐറ്റം ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നിർബന്ധമായിട്ടും? ഇലക്കറികൾ അടങ്ങിയ പ്രോട്ടീൻ. അത് ഇങ്ങനെ പറയാൻ കാരണം പല പെർസ്പെക്റ്റീവ് ആണ് അല്ലെ? നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ? കോമൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഫൈബേഴ്സിന്റെ മധുരക്കിഴങ്ങ് എന്നൊക്കെ അങ്ങനെ പറയണം കിഴങ്ങുകൾ. പക്ഷെ അത് ചിലപ്പോ അവർക്ക് ഗ്യാസ്ട്രിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കും. അത് എങ്കിലും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ചൊരു ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? പാല്, മുട്ട, ചെറിയ വെജിറ്റബിൾസ്, ഗ്രെയിൻസ്, വാട്ടർ. ഇത്രയും വെജിറ്റബിൾസ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, വാട്ടർ, ജ്യൂസസ്, പിന്നെ ഗ്രെയിൻസുകൾ. ഇത്രയെങ്കിലും ബേസിക് ആയിട്ട് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അല്ലാതെ മനസ്സിലായി. ബാക്കിയുള്ളത് അതൊക്കെ അതിൽ ബാക്കി സ്പെസിഫിക്കേഷൻസ് ആണ് ഓരോ ഐറ്റംസിന്റെ ഒക്കെ. മിൽക്ക് പ്രൊഡക്ട്സ് തന്നെ പല രീതിയിലും കഴിക്കാം, അങ്ങനെ വരുന്നത്. ഓക്കെ. പിന്നെ ഇതെല്ലാം തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ ന്യൂട്രീഷ്യസ് ഫുഡ്സുകൾ അലോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? എല്ലാ ഫുഡ്സും എല്ലാവർക്കും ചിലപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു വരില്ല അല്ലെ? ഇപ്പൊ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ 9 months വരെ ഒന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും. എഗ് കഴിച്ചത് വോമിറ്റ് ചെയ്ത് പോകുന്നവരുണ്ടാവാം.
ചില കേസസ് ഒക്കെ ആണെങ്കിൽ എന്താ ഒരു പ്രശ്നമില്ലാത്ത പ്രഗ്നൻസികൾ ഉണ്ട്, ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നവരുണ്ട്. അതൊക്കെ എല്ലാം അവരുടെ കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് ഒരാളെ തന്നെ ഇന്നത് തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. എല്ലാം അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, പ്രീനാറ്റൽ കെയറിൽ അഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകളാണ് അല്ലെ. അടുത്തത് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്. ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്. എന്താണ് ഡ്രഗ്സ്? മെഡിസിൻസ്. ഇത് മെഡിസിൻസ് ആണ്. മയക്കുമരുന്ന് പോലെ അതല്ല, വേറെ മെഡിസിൻസ്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എല്ലാ മരുന്നുകളും ഉൾപ്പെടുത്താതില്ല നമുക്ക് അല്ലെ. ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ മദ്യം അല്ലെ. ഇതൊക്കെ ഈ ഒരു പീരീഡിൽ നമുക്ക് കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? കുട്ടിക്ക് ബാധിക്കും. കുഞ്ഞിനെ അല്ലെ, കുഞ്ഞിനെയും അമ്മേനെയും ഒരേപോലെ ബാധിക്കില്ലേ? രണ്ടുപേരെയും ഒരേപോലെ ബാധിക്കില്ലേ? ബാധിക്കും. യെസ്, അതായത് മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യമൊക്കെ നമ്മൾ ഈ ഒരു പീരീഡിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിന്റെ വളർച്ചയെയും അതേപോലെ ഡെവലപ്മെന്റിനെ അതേപോലെ ബാധിക്കുകയും ചെയ്യും അമ്മയ്ക്കും അല്ലെ. ചിലപ്പോ മരണകാരണം വരെ മായേക്കാം ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല അബോർഷൻ പോലുള്ള പല പ്രക്രിയകളിലേക്കും ഇത് നയിച്ചേക്കാം അല്ലെ. അബോർഷൻസ് അല്ലെങ്കിൽ കുഞ്ഞിന് മറ്റു പല വൈകല്യങ്ങൾ വരാനായിട്ട് കാരണം ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ എന്താണ് ഈ ഒരു പീരീഡിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, വൈൻസ് ഒക്കെ കുടിക്കുന്നതിൽ കുഴപ്പമില്ല. വൈനില്ലേ, വൈൻ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്, അതിനെ നമ്മൾ ലഹരിയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അല്ലെ. പലരും ചോദിക്കാറുണ്ട് വൈൻ കഴിച്ച് പ്രശ്നം ഉണ്ടാവുമെന്ന്. പക്ഷെ ചെറിയ അളവിലൊക്കെ നമുക്കത് കഴിക്കുന്നതിന് പ്രശ്നമുള്ള, വേറെ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ എന്താ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ മുന്തിരി ആണെങ്കിലും നെല്ലിക്ക ആണെങ്കിലും ഇതൊക്കെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ചെറിയൊരു അളവിൽ കുടിച്ചെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഒരു പ്രശ്നമുള്ളതിന്, അല്ലാത്ത ഡ്രിങ്ക്സുകൾ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് ജങ്ക്സ് ഫുഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അല്ലെ. ദെൻ എനി ആക്സിഡൻസ്. ഇതാണ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചാൽ അത് കുഞ്ഞിന്റെ വളർച്ചയും ഗ്രോത്തിനെയൊക്കെ ബാധിക്കുമോ? ബാധിക്കും അല്ലെ. കേസ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ബാത്റൂമിൽ ഒന്ന് തെന്നി വീണാൽ പോലും എന്ത് സംഭവിക്കാം? ചിലപ്പോ പോഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ അപകടം സംഭവിക്കും. അതേപോലെ പല നമ്മളിപ്പോ വാഹനയാത്രകൾ അധികം ട്രാവൽ ചെയ്യണ്ടെന്ന് പറയാറുണ്ട് അല്ലെ. ഇൻകേസ് അതിലൊരു പ്രധാന കാരണം ഇൻകേസ് ഒരു ആക്സിഡന്റ് സംഭവിച്ചാല് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാകും എന്നുള്ളതൊന്നല്ല. യാത്ര ചെയ്താൽ തന്നെ അബോർഷൻ ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നില്ല. ഇൻകേസ് എനി ആക്സിഡൻസ് അല്ലെ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ മരണകാലം ചിലപ്പോൾ ആയിരിക്കാം അല്ലെ. അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗൻസിന് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ലൈഫാണ് നമ്മൾ നഷ്ടപ്പെടുന്നത് അല്ലെ. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഏതുതരം ആക്സിഡന്റ് ആയിക്കോട്ടെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അത് കുഞ്ഞിന്റെ വളർച്ചനെയും ഗ്രോത്തിനെയും ഒരേപോലെ തന്നെ അഫക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതെല്ലാം തന്നെ ഏത് ഫാക്ടറിലാണ് ഉൾപ്പെടുന്നത്? പ്രീനാറ്റൽ ഫാക്ടറിലാണ് അല്ലെ. അത് പ്രസവത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ അത് കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അതായത് 9 months പീരീഡ് വരെ കുഞ്ഞിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്തൊക്കെയാണ്? മെറ്റേണൽ ഹെൽത്ത്, മദേഴ്സ് ഫിസിക്കൽ സ്റ്റേറ്റ് ആൻഡ് മെന്റൽ സ്റ്റേറ്റ്, മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദി ചൈൽഡ്, nutrition, drug or alcohol intake, and any accidents. Okay, clear ആണോ അത്? ക്ലിയർ ആണോ? ഓക്കെ, പ്രീനാറ്റൽ ഫസ്റ്റ് 2 points ആണ്. മെറ്റേണൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കാൻ എന്താണ്? അമ്മയുടെ ആരോഗ്യമാണ്. മാതൃആരോഗ്യം എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, ഹെൽത്തി ആയിരിക്കും. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ വളരെ ഒക്കെ ആയിരിക്കണം. അത് കുഞ്ഞിന്റെ വളർച്ചയെയും വികസനത്തിനെയും ഒരേപോലെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് കാണണേ. നെക്സ്റ്റ് പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ്. പോസ്റ്റ്നാറ്റൽ ഫാക്ടേഴ്സ് ആണ് ഏറ്റവും വലിയ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പോസ്റ്റ്നാറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഏത് ശേഷിയാണ്?
ഡെലിവറി പീരീഡ്സ് ശേഷമുള്ള ആണ്. കാലഘട്ടം. അപ്പൊ അതിൽ നമ്മള് പോസ്റ്റ് നാറ്റൽ ഫാക്ടേഴ്സിനെ ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്നിങ്ങനെ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. പോസ്റ്റ് നാറ്റൽ ഫാക്ടറിനെ തന്നെ നമ്മൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ് ആൻഡ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. ഓക്കെ, പോസ്റ്റ് നാറ്റൽ ഫാക്ടറിലെ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ്. ഭൗതിക പരിസ്ഥിതി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ കുട്ടിയുടെ വളർച്ചയും വികാസത്തിനെയും എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പോസ്റ്റ് നാറ്റലിലെ ഓരോ ഫാക്ടേഴ്സിന്റെ അടിയിലും വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ ചിലപ്പോൾ ഫിസിക്കൽ എൻവയോൺമെന്റ് കൊടുത്തിട്ട് ഇതിൽ ചിലപ്പോൾ സോഷ്യൽ എൻവയോൺമെന്റിൽ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഇട്ട് കൊടുക്കും. അപ്പോ പഠിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഒറ്റപ്പെട്ടവ കണ്ടെത്താന്നൊക്കെ പറഞ്ഞാല് ഇത് കംപ്ലീറ്റ് പഠിച്ചിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇത്രയും പോയിന്റ്സുകൾ എളുപ്പമാണ്, മനസ്സിലാക്കി പഠിച്ച സിമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ഫിസിക്കൽ എൻവയോൺമെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്? ലിവിങ് കണ്ടീഷൻസ്, പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. ലിവിങ് കണ്ടീഷൻസ് എന്താണ്? ജീവിത സാഹചര്യങ്ങൾ. ഒരു കുഞ്ഞിന്റെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നത് എത്തരത്തിലുള്ള ലിവിങ് കണ്ടീഷൻസ് ആയിരിക്കും? ഇങ്ങനെയുള്ള ലിവിങ് കണ്ടീഷൻസ് ആണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഏറ്റവും സമാധാനവും അതെ, അതാണ് ഹാപ്പിനെസ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് അല്ലെ. ഒരുപാട് സൗകര്യങ്ങളെല്ലാം നമ്മളോട് ഉദ്ദേശിക്കുന്നത്, എങ്കിലും കൃത്യമായ രീതിയിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രദാനം ചെയ്യാൻ പറ്റണം അല്ലെ. അങ്ങനെയുള്ള ചുറ്റുപാട് തന്നെയായിരിക്കും കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടത്. കാരണം അത്തരത്തില് ആ ഒരു വളർച്ചയിലാണ് അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രതിരോധിക്കാനൊക്കെ സാധിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും ഒരു എന്താ പറയാ ജേം ഫ്രീ അല്ലാത്ത അണുവിമുക്തമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഇവിടെ നമ്മൾ ലിവിങ് കണ്ടീഷൻസ് ഉദ്ദേശിക്കുന്ന അവരുടെ ചുറ്റുപാടാണ്. അവരുടെ ചുറ്റും എങ്ങനെയായിരിക്കണം? ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ടോയ്സ് ആണെങ്കിലും എന്ത് തരമാണെങ്കിലും എന്താണ് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വളരെ ശുചിത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ആ കണ്ടീഷൻസ് ഒരുക്കി കൊടുക്കേണ്ടത്. ഓക്കെ, മനസ്സിലായ ലിവിങ് കണ്ടീഷൻസ്? ഇനി ലിവിങ് കണ്ടീഷൻസ് നമുക്ക് 2 കാര്യങ്ങൾ പറയാം. ഒരുപാട് ഫെസിലിറ്റീസിൽ വളരുന്ന കുട്ടികളുണ്ടാവാം, അതേപോലെ തന്നെ എന്താണ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ അല്ലേ അല്ലെ ചോദിക്കി ആണോ? പറഞ്ഞ ശരിയാണോ? എല്ലാ ഫെസിലിറ്റീസും ഉള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെ ഒരു സാഹചര്യം ജീവിക്കാൻ തന്നെ സാഹചര്യങ്ങൾ ഇല്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. അപ്പൊ അത്തരമുള്ള ആൾക്കാർക്ക് എന്താണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഗവൺമെന്റിന്റെ ഒരുപാട് പ്രോഗ്രാംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെ. എങ്കിൽ എന്നിരുന്നാൽ പോലും എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പണമുള്ളവനും പണമില്ലാത്ത ലിവിങ് കണ്ടീഷൻസ് എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അതായത് അത്യാവശ്യം എക്കണോമിക്കലി സ്റ്റാറ്റസ് ഉള്ളവരുടെ കുട്ടികള് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. എക്കണോമിക്കലി സ്റ്റാറ്റസ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഫീച്ചറിൽ തന്നെ അവരെ കണ്ടാൽ മനസ്സിലാവില്ലേ കുറെ കാര്യങ്ങള് ഇല്ലേ? മനസ്സിലാവും. അതേപോലെ തന്നെ അതല്ലാത്ത സാഹചര്യത്തിൽ 2 പേരും നമുക്ക് ആ ഒരു ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ വളരെ അവിടെ എല്ലാം തന്നെ നമ്മൾ എന്താണ് നമുക്ക് മാക്സിമം അവർക്ക് എന്താ പറയാ ഹാപ്പിനെസ് ആയിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഇത് തന്നെ ഫെസിലിറ്റീസ് കുറഞ്ഞതാണെങ്കിലും എന്താണ് വൃത്തിയുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ് എന്താണ്? പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് നമ്മളൊരു കുഞ്ഞിനെ ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടാണ് വളർത്തേണ്ടത്? ഒരിക്കലല്ല. എന്താ ചെയ്യേണ്ടത്? ചുറ്റുപാടുമായിട്ട് അവസരങ്ങൾ കൊടുക്കുക അല്ലെ.
കളിച്ചു വളരാനായിട്ട്. ഇപ്പൊ മുറ്റത്തിറങ്ങണമെങ്കിൽ മുറ്റത്തിറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അതിനെ ബ്രേക്ക് ചെയ്യരുത്. അവരത് ചെയ്തോ നമ്മളാണ് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കേണ്ടത്. ഓക്കെ, ഒരിക്കലും ഒരു കുഞ്ഞിനെ മുറിക്കുള്ളിൽ അടച്ചു വളർത്തിയാൽ എന്താണ്, അവർ ആ മുറിക്കുള്ളിൽ മാത്രമായിരിക്കും ഒതുങ്ങി പോകുന്നത്. പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനോ കണ്ടെത്താനോ കുഞ്ഞിന് കഴിയാതെ വരും. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സ്പേസ് നമ്മളാൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അത് അവരുടെ വളർച്ചയുടെ വികാസത്തിനാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അങ്ങനെ വളർന്നാൽ മാത്രമേ അവർക്ക് യഥാർത്ഥ രീതിയിലുള്ള സ്റ്റേജസിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്ലേ സ്പേസും എൻവയോൺമെന്റും പാരന്റ്സ് തന്നെയാണ് ഒരുക്കി കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ മറ്റു തിറക്കാറുണ്ടോ ചെരുപ്പില്ലാതെ? പണ്ടുള്ള പ്രായമായ മുത്തശ്ശി അവരൊക്കെ പറയാറുണ്ട് മണ്ണിൽ വളർത്തണം കുട്ടികൾ, മണ്ണിൽ ഇടപഴകിയിട്ട് കളിച്ച് വളർത്തണം. അങ്ങനെയുള്ള മക്കൾക്ക് സൂക്കേട് വന്നാലും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മൾ അടച്ചുപൂട്ടി വളർത്തുന്ന മക്കൾക്ക് അതിനുള്ള ഇതില്ല. എപ്പോഴും പനി എന്തെങ്കിലും ആയിട്ട് വരും. ചെരുപ്പിടാണ്ട് നടന്നാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന പറയുന്നേക്കാം. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന പറയുന്നേക്കാം ചെരുപ്പിടാണ്ട് നടന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങള് കുട്ടികൾക്ക് വേണ്ടി? ഇല്ല, ചെരുപ്പിടിപ്പിച്ച് നടത്തും അല്ലെ? കാരണം അവരെ പ്രൊട്ടക്ഷന് വേണ്ടി. ഞാൻ മുറ്റത്തിറക്കലില്ലേനു. അതായത് എന്റെ വീട് മെയിൻ റോഡ് തന്നെയാ വീട് വരുന്നത്. അത് ഒരു പ്രാവശ്യം ഒരു 1.5 വയസ്സുള്ള സമയത്ത് റോഡ് മേലെ ഇറങ്ങി പോയിട്ട് വണ്ടിയെല്ലാം എന്തോ ആക്സിഡന്റ് ആവാത്ത ഭാഗ്യനു. അപ്പൊ ഞാൻ വീടിന്റെ ഉള്ളിൽ തന്നെ ആക്കല്. അപ്പൊ അവന് സ്കൂളിൽ ചേർത്തതിന് ശേഷം അവനക്കൊരു കുറച്ച് കൂടുതലാ, ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലാ. ഓക്കെ, ഇപ്പൊ എനിക്ക് എവിടെയാണല്ലോ മുറ്റമുള്ളത്? മുറ്റമൊന്നും ഇല്ല, എല്ലാവരും ടൈലൊക്കെ ഇട്ട് കളഞ്ഞു. മുറ്റമെന്ന് പറയാനായിട്ട് ചില നാടുകളിൽ മാത്രമേ ഇപ്പൊ അങ്ങനെയൊക്കെയുള്ളൂ. ബാക്കി എല്ലായിടത്തും തന്നെ കംപ്ലീറ്റ് ടൈലും മറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്ത് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് മുറ്റം ഒന്നും കുഞ്ഞുങ്ങൾ മുറ്റം എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഓക്കെ, മണ്ണ് എന്താന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും ഇനി വരുന്ന തലമുറയൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുള്ള ഒരു സ്പേസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവരത് മാക്സിമം ഒരു ചെറിയ സ്പേസിൽ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം വലിപ്പത്തില്ല. നിങ്ങളുടെ വീടിന്റെ സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങളും കൂടെ കൂടുന്ന, ഒരിക്കലും ഒരേ ഒറ്റയ്ക്കല്ല, നിങ്ങൾ കൂടെ കൂടുന്ന രീതിയിലായിരിക്കണം ആ ഒരു ചുറ്റുപാട് അവർക്ക് പ്രദാനം ചെയ്യും. ഓക്കെ, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് നമ്മള് മുറ്റത്തൊക്കെ ഇറക്കുക. അപ്പൊ നമ്മള് പബ്ലിക് പാർക്കിംഗ് പ്ലേയിങ് ഏരിയ ഉണ്ടല്ലോ, പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അങ്ങനത്തെ പാർക്കിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? പാർക്സ് പോലെ ചെറിയ ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള, അങ്ങനെയൊക്കെ ഉണ്ടാവും. മിക്ക പാർക്സിലൊക്കെ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. ജിം ഉണ്ടാവും, പബ്ലിക് ജിം ഒക്കെ ഇല്ലേ? മിസ്സേ ഇപ്പൊ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിലുള്ള കൊറോണ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിൽ ആരും പഴയത് കണക്ക് അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇടപഴകി ജീവിക്കാൻ സമ്മതിക്കാറില്ല. മാക്സിമം അവരെ എന്തിനാണ് ആ ഒരു പേടി കാരണം. ശരിയാണ്, നമ്മള് ജീവിച്ച ഒരു കാലഘട്ടം അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ? ഒരുപാട് മാറിക്കഴിഞ്ഞു. എവിടെ നോക്കിയാലും പൊല്യൂഷൻസ് ആണ്. അത് തന്നെ പിന്നെ നമുക്ക് എന്ത് ധൈര്യത്തിലും കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇപ്പോഴത്തേത് അല്ലെ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതും കൂടി നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ വീട്ടിലാണെങ്കിലും വീട്ടിന് പുറത്തുള്ളവരും അകത്തുള്ളവരും പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമായി കഴിഞ്ഞു അല്ലെ? നമ്മൾ ഒരുപാട് ഞങ്ങളൊക്കെ ജനിച്ച സമയത്ത് പാടത്ത് ചെളിയില് വരണ്ട് കളിച്ചിട്ടുണ്ട്. ഇന്നത്തെ മക്കൾക്ക് ആ ചെളി പാടത്തെ ചെളി കണ്ടാലേ അറിയാം. അതെ അതെ, ശരിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരുപാട് ന്യൂസസ് കാണാറില്ലേ? ഇപ്പൊ വീട്ടിലുള്ളവർ തന്നെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെ? എല്ലാവരും വീടുകളിൽ പറയുന്നത് അങ്ങനെയും ഒരുപാട് സാഹചര്യങ്ങളുള്ള കുട്ടികൾ വളരുന്നുണ്ട്. പിന്നെ നമ്മള് മാക്സിമം ഇപ്പൊ ശരിക്കും പറഞ്ഞ ആരെയൊക്കെ വിശ്വസിക്കണം എന്നൊരു കാഴ്ചപ്പാടുകളാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ബിഹേവിയർ ചേഞ്ചസ് പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അല്ലെ? പല കാരണങ്ങളാലും പോലും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും, പെൺകുട്ടികൾ മാത്രം പറയുന്നില്ല, രണ്ടുപേരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. രണ്ടുപേരും ഒരേപോലെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ? ശരിയല്ലേ? പെൺകുട്ടികൾ മാത്രമാണോ ചീത്തയാക്കപ്പെടുന്ന അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടുന്നത്? അല്ല മാം, ആൺപിള്ളേരെ നമുക്ക് വിശ്വസിച്ചിട്ട് പുറത്തിറക്കാൻ പറ്റില്ല. അതെ, ഓക്കെ. അപ്പൊ
നമ്മള് മാക്സിമം സൂക്ഷിക്കാതെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ സാഹചര്യം നമ്മൾ കൂടെ ഉള്ള സാഹചര്യങ്ങളാണ് അവർക്ക് കൂടുതൽ ഒരുക്കി കൊടുക്കണം. അല്ലാതെ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പൊ. അപ്പൊ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾക്ക് പോലും ഒരു സുരക്ഷിതത്വം ഇല്ല പുറത്തേക്ക് ഇറങ്ങിയാൽ, അല്ലേ? ഉണ്ടോ? ഇല്ല. ആ കാലഘട്ടമൊക്കെ മാറിപ്പോയി. പിന്നെ നമുക്ക് വിൽ പവർ കൊണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് നേരിടാൻ പറ്റും, അല്ലേ? വിൽ പവർ കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ സിറ്റുവേഷൻസ് ഒക്കെ തരണം ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അമിതമായിട്ട് ചിലപ്പോൾ ഒരുപാട് പല സിറ്റുവേഷൻസിൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നും ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ല, ഒറ്റയ്ക്ക് ആയിപ്പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ. എന്നിരുന്നാലും അങ്ങനെയൊക്കെ ഒന്നും വരാതിരിക്കട്ടെ, വന്നാൽ അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് പറ്റട്ടെ എന്ന് നമ്മൾ തന്നെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, നമ്മളപ്പോ എന്താ പറഞ്ഞത്? പ്ലേസ് ബേസ്ഡ് ആൻഡ് എൻവയോൺമെന്റ്. കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മുതിർന്നവരിലേക്ക് പോയത്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള, പ്രത്യേകിച്ച് കളിക്കാനും കളിച്ചു വളരാനുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രദാനം ചെയ്യുക. Then health and nutritions. എന്താ പറയുന്നത്? അവരുടെ ആരോഗ്യവും പോഷകാഹാരം. ഇനി ഇവർക്ക് കൊടുക്കേണ്ട ഫുഡ്സുകൾ എന്തൊക്കെയാണ്? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഓരോ പീരീഡ് അനുസരിച്ചിട്ടാണ്, അല്ലെ, അവരോരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൊടുക്കുന്നത്, അല്ലെ? ഇപ്പോ ജനിച്ച ഉടനെ അല്ലെങ്കിൽ ആ ഒരു 6 months വരെ നമ്മൾ നിർബന്ധമായിട്ട് എന്താണ് കുഞ്ഞിന് കൊടുക്കുന്നത്? ബെസ്റ്റ് ഫീഡിങ് ആണ്, അല്ലെ? മുലപ്പാലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മുടെ ഒരു എന്താ പറയാ, ചോറ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ഐറ്റംസിലോട്ട്, അങ്ങനെ ഓരോ ഡിഫറെന്റ് സ്റ്റേജസിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം തന്നെ എന്താണ് അവരുടെ വളർച്ചയെയും വികാസത്തെയും ഒരേപോലെ തന്നെ സ്വാധീനിക്കുന്ന തന്നെയാണ് അവരുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫുഡ്സുകൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണം. റാഗി, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. റാഗി കൊടുക്കുക, ഫ്രൂട്ട്സ് കൊടുക്കുക, വെജിറ്റബിൾസ് കൊടുക്കുക. എഗ്, മിൽക്ക്, കറികളെല്ലാം കൊടുക്കും. എഗ്ഗും മിൽക്കും പിന്നെന്താണ്? വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കല്ലോ. കുറുക്ക് എത്ര മാസം പ്രായമായതാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മള് നോർമൽ 3 to 6 years ഉള്ള കുട്ടികളെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കേണ്ട 3 ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഡെയിലി ലൈഫിൽ കൊടുക്കേണ്ടത്, ഡെയിലി റുട്ടീൻ ആയിട്ട് കൊടുക്കേണ്ടത്? പാല്, പിന്നെ വെജിറ്റബിൾ കൊടുക്കണം, പഴം, എഗ്, മിൽക്ക് അതെല്ലാം കൊടുക്കാമല്ലോ മിസ്? ഞാൻ ചോദിക്കട്ടെ, പാല് നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ഒരു ഫുഡാണോ? നിർബന്ധം പറയാൻ പറ്റില്ല, കാരണം ചില പിള്ളേർക്ക് അത് പറ്റില്ല. അങ്ങനെ എഗ്ഗോ മുട്ടയോ ചില പിള്ളേർക്ക് അത് പറ്റില്ല. മുട്ട എന്നും കൊടുക്കാം. പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ഐറ്റംസും പറ്റില്ല നമ്മൾ പറയേണ്ടത്. എങ്കിലും ഇതൊക്കെ കാണുന്നത് നിങ്ങൾ നിർബന്ധമാണ് നമ്മുടെ ലൈഫിൽ ഉൾപ്പെടുത്തേണ്ട 3 to 6 ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും അയാള് പറഞ്ഞ പോലെ അവരുടെ ഹെൽത്ത് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഫുഡ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ആരോഗ്യം എങ്ങനെയാണ്, ഓരോ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റൂ. പക്ഷെ ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധിക്കും. പാല് കുടിച്ച കുറെ കുഞ്ഞുങ്ങൾക്ക് കഫ് പ്രോബ്ലംസ്, അല്ലെ, കഫക്കെട്ടുകൾ വരാറുണ്ട്, അല്ലെ? പാല് കൊടുക്കുമ്പോഴും ചില കുട്ടികൾക്ക് മുട്ട കൊടുക്കുമ്പോഴും വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്താണ് പിന്നെ അത് ഒഴിവാക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫുഡ്സ് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് റുട്ടീൻ ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് റുട്ടീൻ ഇല്ല, അല്ലെ? ഓരോ സ്റ്റേജിനനുസരിച്ച് നമ്മൾ അവരുടെ ഹെൽത്തിന് എത്രത്തോളം മാറ്റങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ തുടങ്ങുന്ന ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലെ? കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നീട് അത് കഴിച്ചിട്ടായിരിക്കും അവർ അസുഖം വന്നത് എന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ അത് കൊടുക്കുമോ? പിന്നീട് ആ റുട്ടീൻ മാറ്റും, അടുത്ത റുട്ടീൻ തുടങ്ങും. ഡോക്ടർ ഇങ്ങനെയാ പറഞ്ഞത്, അങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നീട് അസുഖം വരുമ്പോൾ അത് കഴിച്ചിട്ടായിരിക്കും ഇത് വന്നതെന്ന് പറഞ്ഞ് അത് നിർത്തും. ലാസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലെ? അങ്ങനെ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടിക്ക് കൊടുക്കാണ്ട്. മിക്കതും പാലും മുട്ടയും കൊടുക്കാതെ മാറ്റിയേക്കണത്, അല്ലെ? പാല് കുടിച്ച് കഫക്കെട്ട് വരും. ഇവിടെ കുറെ പാരന്റ്സ് ക്ലാസ്സിൽ കയറുന്ന കുറെ അമ്മമാരുണ്ട് വേറെ ക്ലാസ്സിലൊക്കെ.
കുറെ നാളെ പാല് കൊടുത്ത് പാല് കൊടുത്താലും ഇല്ലെങ്കിലും കുട്ടികൾക്ക് കഫക്കെട്ട് എന്തായാലും വരും മിസ്സേ. അത് നോർമലി വരുന്നതാണ് അല്ലേ? നോർമലി നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ കഫ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ. അത് ഓരോ ഫുഡ്സീന്ന് റിലേറ്റഡ് ആയിട്ട് വരുന്നെന്നുള്ളത് നമ്മുടെ ചിന്താഗതിയിലാണ് കുറെയൊക്കെ വരുന്നത്. വട്ടവർ എങ്കിലും നിങ്ങൾ ആരും കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ചോറ് കൊടുക്കണോ കുഞ്ഞിന്? റൈസ് എനർജി ഗിവിംഗ് ഫുഡ് അല്ലേ? എനർജി ഫുഡാണ്. ഓക്കെ. എന്നിട്ട് ആരെങ്കിലും കഴിക്കാറുണ്ടോ ചോറ്? കുട്ടികള് കഴിക്കാറുണ്ട്. അല്ലാതെ നിങ്ങൾ റൈസിൽ തന്നെ പല രീതിയിൽ പരീക്ഷണങ്ങൾ ചെയ്ത് കുഞ്ഞിന് കൊടുക്കാറുണ്ടോ? റൈസ് ചീസൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ? റൈസ് നെയ്യിലൊക്കെ ഇട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കും. പപ്പടം ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്ലെ? നമ്മള് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാറുണ്ടോ? ഉണ്ട്. കോക്കനട്ട് ഓയിൽ നല്ലപോലെ അതാവുമ്പോ കുട്ടികൾ വേഗം കഴിക്കും. ചില ഫുഡ് കുട്ടികൾക്ക് അലർജി ഉള്ള ഫുഡുകൾ ഒഴിവാക്കി ബാക്കിയെല്ലാം കൊടുക്കാം. അതെ, കൊടുക്കാൻ സാധിക്കും. വെള്ളം കുടിക്കാറുണ്ടോ കുട്ടികൾ നന്നായിട്ട്? നന്നായിട്ട് കുടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടോ കുടിക്കുന്നുണ്ടെന്ന് വെള്ളം? സ്കൂളിൽ കൊണ്ടുപോകുന്ന വെള്ളം അതുപോലെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അത് തന്നെ നമ്മൾ സ്കൂളിൽ കൊടുത്തിരിക്കുന്ന അത് തന്നെ തിരിച്ചു കൊണ്ടുവരാറുണ്ട് പല കുട്ടികളും. നിൽക്കാറില്ല. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതൊന്നും ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചിലപ്പോൾ കഴിച്ചിരിക്കും. ചിലപ്പോൾ ഇന്റർവെൽ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന സ്നാക്സ് കഴിക്കാൻ വേണ്ടി അത് ഇറങ്ങാൻ. അല്ലാതെ അവർ വെള്ളം കുടിക്കാത്ത കുട്ടികൾക്ക് മിസ്സേ ഒരു ഇത്തിരി എരു കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ എത്ര വെള്ളമാണെങ്കിലും ഒരു കുടിച്ചോളൂ. ഇതൊന്നും കുടിക്കാൻ പറ്റും. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലെ? ഭക്ഷണം കഴിക്കില്ല, വെള്ളമായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും എന്താണ് നമ്മളെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ മാത്രം മാക്സിമം പ്രൊവൈഡ് ചെയ്യും. പിന്നീട് ഏറ്റവും കൂടുതൽ നമ്മൾ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളില്ലേ, ആവിയിൽ വേവിക്കുന്നത് അത് കൊടുക്കാറുണ്ടോ നിങ്ങൾ? ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങള് ഇഡ്ഡലി, പുട്ട്, എന്താ പറയാ, അടയൊക്കെ ചുട്ട് കൊടുക്കാറുണ്ട്. നൂലപ്പം, അങ്ങനെയൊക്കെ അതത് റുട്ടീൻ ആയിട്ട് കൊണ്ടുപോകാനുള്ള അവരത് കഴിച്ചോളും. പിന്നെ എന്താണ് നമുക്കറിയാലേ, കുട്ടികള് ഒരേ പാറ്റേൺ പിന്തുടരുന്നവരല്ല. നിങ്ങൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവറിൽ നമ്മൾ കൊടുക്കാൻ പറ്റും. അതായത് ഒരേ ദിവസം ഒരേ ഭക്ഷണങ്ങൾ കൊടുത്താൽ അവർ ഒരിക്കലും കഴിക്കില്ല. ഡിഫറെന്റ് ആയിട്ട് അതിന് മാറ്റി ചിലപ്പോ ഇപ്പൊ നമ്മളിപ്പോ മുട്ട പൊരിക്കുമ്പോ അല്ലെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പല ഷേപ്സിൽ കൊടുക്കുക. ചില ക്യാരറ്റും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പേരെന്താ, പച്ച കളറുള്ള സാധനം പേരെന്താണ്? ക്യാരറ്റ് വെച്ചിട്ട് ഒരു ഷേപ്സിലൊക്കെ കൊടുക്കാൻ അവരത് കഴിക്കും. പിന്നെ ഒരുപാട് മധുരങ്ങൾ കൊടുക്കാതെ അത്യാവശ്യം ചെറിയ രീതിയിൽ മധുരങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഷേപ്സിലും ഫ്ലേവറിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് കഴിപ്പിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. മാക്സിമം അതൊരു ബുദ്ധിമുട്ടാണല്ലോ, ഭക്ഷണം കഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫ്ലേവറൊക്കെ മാറ്റി മാക്സിമം ഇഷ്ടപ്പെട്ട് അവർ ടേസ്റ്റ് അറിഞ്ഞ് കഴിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. എങ്ങനെയെങ്കിലും കുട്ടിക്ക് ഏറ്റല്ല വേണ്ടത്, ടേസ്റ്റ് അറിഞ്ഞ് നമ്മൾ ഇച്ചിരി പോണ സമയമൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ പാരന്റ്സിന് എവിടെ സമയമല്ലേ, ജോലിക്ക് പോകണം, മറ്റു തിരക്കുകൾ, അതിന് ഇടയില് ഭക്ഷണം അവിടെ കൊടുത്തു വെച്ചിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് പോകും. അവരത് കഴിക്കുന്നുണ്ടോ, കഴിച്ചില്ലെങ്കിൽ കുറെ ചീത്തയും പറയും അല്ലെ? ചീത്തയും പറഞ്ഞ എന്നാൽ പെണ്ണ് നിർബന്ധിച്ച് കഴിപ്പിക്കുകയും ഇല്ല. ചിലവര് ചെയ്യോട്ടെ, എല്ലാവരും ഇല്ലട്ടെ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരുടെ ഓരോ സാഹചര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതൊക്കെ വരുന്നത് അല്ലെ? ഞാൻ ഇപ്പോഴും മിസ്സേ ചോറ് വേവിച്ചിട്ട് അതിൽ പച്ചക്കറികളൊക്കെ ചെറുതായി അരിഞ്ഞ് റൈസ് പോലെ, നമ്മുടെ സാധാ ചോറിന് റൈസ്, പച്ചക്കറികൾ തിന്നില്ല, കറി കൂട്ടില്ല, അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇപ്പോഴും സ്കൂളിലേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ മോള്. നല്ല കാര്യം. ഓക്കെ. അപ്പോ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ എന്താണ് അവരുടെ ഹെൽത്തിനെ ഒരുപാട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും അസുഖങ്ങളും അല്ലെങ്കിൽ അപകടങ്ങളും അവരുടെ വളർച്ചയുടെ വികാസത്തിനെയും ബാധിക്കുന്നുണ്ടോ? അല്ലെ? ഇൽനെസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർമൽ ആയിട്ട് പോകുന്ന കുഞ്ഞ് ചിലപ്പോൾ ഒരു ദിവസം ഒരു പനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 1 വീക്ക് ചിലപ്പോൾ നല്ലൊരു പനിയാണെങ്കിൽ
അവന്റെ മൊത്തം ആ ഹെൽത്ത് സിസ്റ്റം തന്നെ തകരാറിലാവും. പിന്നീട് എന്താണ് ഭക്ഷണത്തോട് വിരക്തി തോന്നാം, അങ്ങനെയുള്ള സംഭവങ്ങൾ. നമുക്കറിയാമല്ലോ, അസുഖം വരുന്ന സമയത്ത് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഭക്ഷണം മര്യാദ കഴിക്കില്ല. ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുകയും ചെയ്യരുത്. കാരണം ഓൾറെഡി സിക്ക് ആണല്ലോ, അവർക്ക് എപ്പോഴും എന്താണ് ആ ഒരു പേഷ്യൻസും ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്താണ് കുഞ്ഞുങ്ങളെ എത്രത്തോളം ഭക്ഷണം നമ്മൾ കുറെ എടുക്കാന്ന് വെച്ചാലും അവർ വൊമിറ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനത്തെ പല സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പനി മാത്രമല്ല മറ്റു അസുഖങ്ങളും വരാറുണ്ട്. ഇപ്പൊ പനി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും പിന്നെ ഫിക്സിന്റെ മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയ സിറ്റുവേഷൻസ്, അതെല്ലാം തന്നെ എന്താണ് അവരുടെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് ആക്സിഡൻസ്, എന്തെങ്കിലും ഇപ്പൊ കുഞ്ഞുങ്ങൾ വീഴുക, അല്ലെങ്കിൽ ഇപ്പൊ റോഡ് ആക്സിഡൻസ് മറ്റെന്തെങ്കിലും തരത്തില് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ പറയാറില്ല, ഈ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു താഴെ ഇടാൻ എന്ത് സംഭവിക്കും, എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാവണല്ലേ. ആ ഒരു സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റും. അല്ലെ, പ്രത്യേകിച്ച് ഇപ്പൊ ബെഡിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് താഴെ വീണാറുണ്ട്. ചിലപ്പോ ഒന്നും പറ്റാറില്ല അല്ലെ, ബെഡിൽ നിന്ന് വീണാലും ചിലപ്പോ ഒന്നും സംഭവിക്കാറില്ല. പക്ഷെ അത് എല്ലാ പ്രാവശ്യം സംഭവിച്ചില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഒരു പ്രാവശ്യം ചിലപ്പോ രക്ഷപ്പെട്ടു, പക്ഷെ എന്തെങ്കിലും താഴെ എന്തെങ്കിലും അപകടം പറ്റാനോ ചിലപ്പോ കുഞ്ഞിന്റെ എന്തെങ്കിലും ഓർഗൻസിന് അത് ചിലപ്പോ ഓർഗൻസ് മുറിഞ്ഞു പോകാനൊക്കെ ചിലപ്പോൾ കാരണമായേക്കും. താഴെ എന്തെങ്കിലുമൊക്കെ അപകടമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ. അതേപോലെ സ്റ്റെയർസ് ഒക്കെ കയറുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവന്റെ വളർച്ചനെയും വികാസത്തെ ഒരേപോലെ ബാധിക്കും. പിന്നെ കുഞ്ഞിന് ചിലപ്പോൾ എന്താണ്, ചിലപ്പോൾ വളർച്ച സ്റ്റോപ്പ് ആവാനായിട്ട് ചിലപ്പോൾ അവർ കാരണം മതിയാവും. അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിലൂടെ കുഞ്ഞിന് എന്ത് സംഭവിക്കാം, അവരുടെ വളർച്ച അവിടെ സ്റ്റോപ്പ് ആയി പോകാനായിട്ട് കാരണമായേക്കാം. ഓക്കെ, പോസ്റ്റ് നാച്ചുറൽ ഫാക്ടേഴ്സിൽ നമ്മൾ ഫിസിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? ലിവിംഗ് കണ്ടീഷൻസ്, പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ ഫിസിക്കൽ എൻവയോൺമെന്റിലെ? ഓക്കെ, ഇനി അടുത്തത് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്. സാമൂഹിക വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം കുഞ്ഞിന്റെ വളർച്ചയെയും വികാസത്തെയും സ്വാധീനിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിന് വരുന്ന കാരണങ്ങള്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലി സ്ട്രക്ചർ ആൻഡ് സെക്സ് ആൻഡ് കൾച്ചർ. ഓക്കെ, അപ്പോ എന്താണ് സാമൂഹ്യ വൈകാരിക അന്തരീക്ഷം എങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടികൾക്ക് അതിൽ വരുന്നതാണെന്ന് പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള മനോഭാവവും അവരെ വളർത്തുന്ന രീതിയും എങ്ങനെയായിരിക്കണം നമ്മുടെ കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വളരേണ്ടത്? എപ്പോഴും സ്നേഹം മാത്രമാണോ? വേണം, അഡ്വൈസ് വേണം, കെയറിങ് വേണം. ഇതിന്റെ എല്ലാം ഉള്ളില് ലവ് ആണ് അല്ലെ? ഈ സ്നേഹത്തിനുള്ളിലായിരിക്കും ഇതെല്ലാം വരേണ്ടത്, അല്ലാതെ സ്നേഹത്തിന് പുറത്തല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ വരേണ്ടത് അല്ലെ? ശരിയല്ലേ? അതായത് കുട്ടികൾക്ക് നമ്മളോട് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത് നമ്മളാണ്. അതായത് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയുന്ന രീതിയിലുള്ള ആ ഒരു റിലേഷൻഷിപ്സ് ആയിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കേണ്ടത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചെറുപ്പകാലം മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമ്മളോട് കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. അല്ലാത്തവരാണ് ചിലപ്പോ അധികം സംസാരിക്കാത്തവർ, കുട്ടികളോട് അധികം സംസാരിക്കില്ല. അപ്പൊ അവര് കുഞ്ഞുങ്ങളോട് അമ്മമാരോട് അധികം കാര്യങ്ങൾ പറയാതെ വരുന്ന സിറ്റുവേഷൻസ് നമുക്ക് പല കാര്യങ്ങളും അറിയാവുള്ളൂ. എപ്പോഴും നമ്മൾ ഒരിക്കലും കുട്ടികളെ എപ്പോഴും സ്നേഹിക്കുന്നല്ല പറയുന്നത്. ശകാരിക്കേണ്ട സമയത്ത് ശകാരിക്കുക, ദേഷ്യപ്പെടേണ്ട സമയത്ത്, ഇതെല്ലാം ആ ഒരു മിക്സ്ഡ് എമോഷൻസ് ആണ് കുട്ടികളോട് നമ്മൾ. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് അല്ലെ, അതുകൂടി പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒരിക്കലും ആ ഒരു മൊമെന്റിൽ മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ. എന്ത് ദേഷ്യമാണെങ്കിലും വഴക്കാണെങ്കിലും എന്താണ് ആ ഒരു മൊമെന്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും ടീം അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഓക്കെ, അതപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും അത് ചെയ്യണം ഇത് ചെയ്യണം അത് പറഞ്ഞു കൊടുക്കുന്നേക്കാൾ കൂടുതൽ എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ചെയ്യണ്ട എന്ന് തന്നെ കുറെ കാര്യങ്ങൾ പറയും. പക്ഷെ
അങ്ങനെയും കൂടി ആ ഒരു രീതിയിൽ നമ്മൾ ആ കുട്ടികളൊന്ന് അപ്രോച്ച് ചെയ്യണം. പിന്നെ പല കാര്യങ്ങളും അവർക്കെന്ന് പറഞ്ഞാൽ വളരെ ക്യൂരിയോസിറ്റി ടെൻഡൻസി ഉള്ള കുട്ടികളാണ്. എന്തും പെട്ടെന്ന് ഇങ്ങനെ എന്താണ് നടക്കുന്നത്, ഇപ്പം അത് വളർന്നു വരുന്നതാണ്. പല രീതിയിൽ നമ്മളോട് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അല്ലെ, എന്താണ് അങ്ങനെ പല സംശയങ്ങളായിരിക്കും അവർക്ക്. നിങ്ങൾക്കറിയാമോ നിങ്ങൾ കുഞ്ഞുങ്ങളെ അതെന്താണ് ഇതെന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെ ബ്രേക്ക് ചെയ്യരുത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കരുത്. നിങ്ങളത് അത്ര വലിയ കാര്യങ്ങളൊന്നും കുഞ്ഞുങ്ങൾ ചോദിക്കില്ല എന്തായാലും അല്ലെ, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഒരിക്കലും ആ ചോദ്യങ്ങളെ നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. അവർ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ജിജ്ഞാസ ഉള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതിനെ നിങ്ങൾ അലോ ചെയ്യുക, അതിനെ അനുവദിക്കുക. ഓക്കെ. പിന്നെ ഇതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് റിയൽ ആയിട്ട് കാണിച്ചു കൊടുക്കുക. പല സാഹചര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ കൂടുതൽ കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർ അല്ലെ, അവരുടെ കുറച്ചുകൂടി മുതിർന്ന ആൾക്കാരോടുള്ള സമീപനം എങ്ങനെയൊക്കെയാണ്, സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ രീതിയിൽ പ്രസന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് എന്താണ്, അപ്പൊ കുട്ടികൾ നമ്മൾ ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. നല്ലൊരു ആറ്റിറ്റ്യൂഡ്സ് നിങ്ങൾക്ക് ആ ചേഞ്ച് ശരിക്കും അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ അധികം കുട്ടികളോട് സംസാരിക്കാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കണം. കാരണം ഈ ഒരു പീരീഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരൊരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണ് അല്ലെ. പിന്നീട് അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളോട് ചിലപ്പോൾ സംസാരിച്ചിരിക്കില്ല. ഓക്കെ. യെസ്. അപ്പൊ ഈ ഒരു സമയം മാത്രമേ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സ്നേഹവും ആ കരുതലൊക്കെ ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ഓരോരുത്തർ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റികളാണ്, അവരുടേതായിട്ട് പെർസ്പെക്റ്റീവ് കാര്യങ്ങളായിട്ട് അവർ പോകും. ഓക്കെ. എങ്കിലും നമ്മളെ മാറ്റി നിർത്തുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും എന്താണ്, കൂടുതൽ അവരായിട്ട് ഇടപെടാനായിട്ട് ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികളോട് 3 രീതിയിലാണ് ഇടപെടേണ്ടത്. 3 സമയമാണ് അവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത്. ഏതൊക്കെ സമയമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതൊക്കെ സമയമാണ്? സമയം, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മള് എഴുന്നേക്കടാന്ന് പറഞ്ഞു പോണേൽ വേഗം ഒരു 1 മിനിറ്റ് 2 മിനിറ്റോ ഒന്ന് ജസ്റ്റ് തലയിലേക്ക് ഒന്ന് തലപൊടി എഴുന്നേക്കുക, എന്നൊരു ഹാപ്പിനെസ് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊട്ടിച്ചിരിയോ എന്തെങ്കിലും ഒരു തമാശയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് എഴുന്നേപ്പിച്ച് പോകും, അവിടെ എഴുന്നേക്കും. അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ആ ഒരു ടൈം കേട്ടോ. അത് കഴിഞ്ഞാൽ എപ്പോഴാണ്? സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത്, വൈകിട്ട് എത്തുന്ന സമയത്ത് ക്ലാസ്സിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പോണ വഴിയിൽ അല്ലെങ്കിൽ കൂട്ടുകാരുമായി നടന്ന കാര്യങ്ങൾ അതൊക്കെ സംസാരിക്കുക, അതൊക്കെ ചോദിക്കണം. ഓക്കെ. രാത്രി നിങ്ങൾ മാക്സിമം ഫാമിലി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരുമിച്ചിരിക്കുക, അല്ലാത്തവരെന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് നിങ്ങളൊരു സമയം കണ്ടെത്തുക രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട്. അങ്ങനെ 3 ടൈമാണ് നമ്മുടെ ലൈഫിൽ കുഞ്ഞുങ്ങളോട് നമുക്ക് ചെലവഴിക്കാനുള്ളത്. ആ സമയം ശരിക്കും വിനിയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് തുടർന്ന് പോകുന്ന ദിവസങ്ങൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ആ സമയങ്ങൾ മാക്സിമം നിങ്ങൾ ഇപ്പോ ഹൗസ് വൈഫ് ആയിട്ടുള്ള അമ്മമാർക്ക് കൂടുതൽ ആ ടൈം കിട്ടും, അല്ലാത്തവര് മാക്സിമം ടൈം കണ്ടെത്തി അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ, എനിക്കൊരു വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ. സൈൻ ഔട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ പറയാമേ. ഇന്ന് നമ്മൾക്ക് ഇത്തിരി മനോഹരമായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും അതിൽ കൂടുതൽ ഡെപ്തില് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന മാമിനും അതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു ക്ലാസ്. Okay, thank you, Lima. Thank you. Have a nice day.